പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആമുഖത്തിൽ പറയുന്നത് വേറൊരു ആശംസയല്ല, ഇതൊരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോയുടെ തിരുഹൃദയ ഭക്തി അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിൽ വ്യക്തമാക്കിയത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും വായിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. മാർപ്പാപ്പ അതിനകത്ത് പറയുന്നുണ്ട്, തിരുഹൃദയം എന്ന് പറയുന്നത് ഒരു ഹൃദയമല്ല, ഈശോ തന്നെയാണത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേപോലെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നിടത്തെല്ലാം വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഞാൻ ഓർക്കാണ്, ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരച്ചൻ്റെ നേതൃത്വത്തിൽ ഫാത്തിമയിൽ വൈദികരുടെ ഒരു പ്രീസ്റ്റ് കോൺഫറൻസ് ഇംഗ്ലീഷ് ധ്യാന ശുശ്രൂഷ നടന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ സഹായിക്കാൻ വേണ്ടി ഈശോയുടെ കൃപയാൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കാണ്, അതിൻ്റെ ലാസ്റ്റ് അവിടെ സന്നിഹിതനായ അഭിവന്യ പിതാവ് ഒരു മാതാവിൻ്റെ ഒരു ഉത്തരിയും ഒക്കെ ഇട്ട് ഓരോ അച്ഛന്മാരും പ്രത്യേകിച്ച് വിമല ഹൃദയത്തിന് പ്രതീക്ഷിച്ചത് ഞാൻ ഓർക്കാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു വെളിപ്പെടുത്തലാണ്, മാതാവിന്റെ വിമല ഹൃദയം വിജയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിഷേകാന്തി വചന ശുശ്രൂഷയുടെ ഓരോ എപ്പിസോഡുകളും എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ എനിക്ക് കർത്താവിൻ്റെ വലിയ സ്നേഹം മനസ്സിലാകുകയാണ്. കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമുണ്ട്. കർത്താവ് വളരെ ഇഷ്ടപ്പെടുന്നു ഇതിനെ എന്നുള്ളത് ഇതെടുക്കാൻ വീണ്ടും വീണ്ടും പ്രചോദനം തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ്, ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചൻ, നിങ്ങൾക്കറിയാം, സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ അച്ഛൻ സെഹിയോനിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരിക്കൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞ സാക്ഷ്യം ഓർക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അമ്മയ്ക്ക് വേണ്ടി മകൻ പ്രാർത്ഥന. അമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമുള്ള അമ്മയാണ്. വീണ് അസ്ഥിയെല്ലാം പൊട്ടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അഭിഷേകാഗ്നിയിൽ ഈ മകൻ കണ്ണുനീരോടെ ഒരു പ്രാർത്ഥന, പിറ്റേ ദിവസം ഇതെല്ലാം കൂടെ കത്തിക്കൂടി. നിങ്ങളുടെ സാക്ഷ്യം ഒന്ന് കണ്ടേ. എൻ്റെ പേര് ജോഷി, ഞാൻ ചുള്ളിയാങ്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു. വന്നു കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് പോകാനൊരു 4 മണിയായപ്പോൾ ഒരുങ്ങുമ്പോഴാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞത്, അമ്മച്ചി വീണു, അമ്മ വീണിട്ട് അമ്മയുടെ കാലിന് നീരുണ്ട്, ഇപ്പോൾ ഇളകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ വിഷമമായി. കാരണം അമ്മച്ചിയുടെ വീഴാൻ പാടില്ല എന്ന് നേരത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയുടെ നെല്ലിന് ദ്രവിക്കുന്ന ഒരു രോഗമുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രദറിനോട് പറഞ്ഞു, ഇങ്ങനെ വിവരം പറഞ്ഞു. ബ്രദർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിട്ടിട്ട് പോയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി. ഞാൻ പിറ്റേ ദിവസം ശനിയാഴ്ച അമ്മച്ചിയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ അമ്മച്ചി എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടുപ്പിൻ്റെ എല്ല് പൊട്ടിയിട്ട് വേറെ വിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യുകയാണ് വേണ്ടത്. ചെയ്താലും നേരത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇന്നീറ്റ് നടക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇഞ്ചക്ഷനും മരുന്നെടുത്തിട്ട് വേദനയ്ക്കുള്ള മരുന്നെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ്
ഞാനിവിടെ ചുള്ളിയങ്കുളത്താണ്, അമ്മ താഴേക്കോടാണ് താമസിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അഭിഷേകാഗ്നി സമയത്ത് 8:30 അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുകയും ശാലോമിലുള്ള രാത്രി 8:30 മണിയിലുള്ള അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ ഇങ്ങനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആരാധനയുടെ സമയത്ത് കുർബാനയെ തൊട്ടിട്ട് എൻ്റെ ഇടുപ്പിൽ കൈവച്ച് ഞാൻ പറഞ്ഞു, അമ്മച്ചി എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. വലിയ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അമ്മ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് അഭിഷേകാഗ്നിയുടെ സമയത്ത് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ തിങ്കളാഴ്ച രാവിലെ എനിക്ക് ഫോൺ വന്നത് അമ്മ എഴുന്നേറ്റ് കട്ടിലേൽ ഇരുന്നു എന്നും പറഞ്ഞിട്ടാണ് ഫോൺ വന്നിരിക്കുന്നത്. ദിവസം തന്നെ ഫോൺ വന്നു, അമ്മ എഴുന്നേറ്റ് കട്ടിലേൽ ഇരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി അമ്മേനെ കണ്ടു. അമ്മ പിടിച്ച് നടക്കാൻ തുടങ്ങി. തന്നെ നടന്നു, ഒരു കുഴപ്പമില്ല. അമ്മ തനിച്ച് നടക്കാൻ തുടങ്ങി, അമ്മയ്ക്ക് കുഴപ്പമില്ല. കർത്താവ് അത്ഭുതകരമായിട്ട് അമ്മേനെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച അമ്മയും കൊണ്ട് വീണ്ടും ആശുപത്രിയിൽ പോയി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ എക്സ്റേയിലാണെങ്കിൽ ഒരിക്കലും അമ്മ നടക്കത്തില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ എക്സ്റേയിലാണെങ്കിൽ അമ്മ ഒരിക്കലും നടക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം രണ്ടാമത് എടുത്തിരിക്കുന്ന എക്സ്റേയിൽ ആ എല്ല് കൂടിയതായിട്ടാണ് കാണുന്നത്. എല്ല് കൂടിയതൊക്കെ അത്ഭുതകരമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയാ, യേശുവേ നന്ദി. നോക്കി സഹോദരൻ വലിയ വിശ്വാസത്തോടു കൂടി അഭിഷേകത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഇടുപ്പിൽ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മേനെ ഈശോയെ നീ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ വന്നിവിടെ സാക്ഷ്യപ്പെടുത്തും. അതേപോലെ അത്ഭുതകരമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു അത്ഭുത സഹോദരങ്ങളെ. ശരിക്കും ഞാൻ കഴിഞ്ഞ മറ്റൊരു അവസരത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഓരോ സാക്ഷ്യവും ഓരോ വചന ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് മാത്രം കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചേ. അപ്പം നോക്കിയാൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി വേറൊരാളിരുന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. ആ വ്യക്തിയുടെ വിശ്വാസം ശ്രദ്ധിച്ച് നോക്കിയേ, അല്ലേ? കർത്താവ് ഇസ്രായേൽ ഇതുപോലെ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലൂക്ക 6:19 സത്യമാണ്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷയുടെ സമയത്ത് സെന്റ് അഗസ്റ്റിൻ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ ഈശോയും വചനത്തിൽ ഈശോയും രണ്ടല്ല ഒന്നാണ്. ഈശോ തൊടും. വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മൾ നേരിട്ട് വന്ന് സ്പർശിക്കുകയാണ്. അപ്പൊ കുർബാന വഴി ഈശോ നമ്മൾ ഉള്ളിൽ വരുമ്പോഴോ, ഹല്ലേലൂയ, നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. വലിയ ഒരു സൗഖ്യം വിടുതലും കർത്താവ് സമൂഹത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് സാക്ഷ്യങ്ങൾ തരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നത്. ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദൈവം പല വെളിപ്പെടുത്തലുകൾ തരുന്നത്. എന്റെ മക്കളെ, കരങ്ങൾ ഉയർത്തുക, സ്വരം ഉയർത്തുക, മനസ്സ് തുറക്കുക. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവേ, അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഇസ്രായേൽ പ്രസിദ്ധനായി എന്നുള്ള പഴയ നിയമത്തിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനം 4:30 അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ തക്കവിധം കർത്താവേ കരം നീട്ടണമേ. പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് അയക്കണമേ പരിശുദ്ധാത്മാവേ, അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ പോ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ കൈയടിച്ച് വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ. ഓ കർത്താവായ ദൈവമേ, എളിയ ദാസർ കരങ്ങൾ ഉയർത്തപ്പോൾ എന്റെ പൊന്നു കർത്താവേ, അവിടുത്തെ ആദ്യപാടുള്ള മുറിവേറ്റ കരങ്ങളിൽ സമൂഹത്തിന്റെ നീട്ടണം. ബുദ്ധിതനായ ഈശോയെ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഓ കർത്താവേ, അതിനെ ശാസിക്കാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിയ കർത്താവേ, കൊച്ചടിയൊക്കെ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടി കൈകൾ ഉയർത്തിയ കർത്താവേ, അന്തന്റെ കണ്ണുകളിൽ ചെറിയ പുരട്ടിയ അവിടുത്തെ കരങ്ങൾ, ഓ കർത്താവേ,
ദൈവജനത്തിന് സമാധാനം ആശംസിക്കുന്ന അവിടുത്തെ കരങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ കർത്താവിന്റെ കരങ്ങൾ, ഓ കർത്താവേ, ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ പൈശാചികം കൊണ്ട് വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൈകാൽ മുട്ടുകൾ ശക്തി പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ കൈയടിച്ച് വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അത്ഭുതകരമായ കരങ്ങൾ നീട്ടണമേ. പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ ഓ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്ന കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടികർമ്മം നടന്ന കർത്താവേ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത കുടുംബത്തിൽ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ സമാധാനം ഉണ്ടാകട്ടെ. മനസ്സ് ശാന്തതയില്ലാതെ അസ്വസ്ഥമായിരിക്കുന്നിടത്ത് യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിൽ ശാന്തത ഉണ്ടാകട്ടെ. ഓ കർത്താവേ, പിണങ്ങിയും അകന്തം കഴിയുന്ന കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ചേർക്കപ്പെടട്ടെ. ആരാധന 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 സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഗിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വന്നിച്ചില്ലേലും നിന്ദിക്കരുത്. Praise the Lord. Praise the Lord. വിഷയത്തിന്റെ തുടക്കം ഞാൻ പറഞ്ഞപ്പോൾ ബാക്കി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള കാരണവന്മാർക്ക് ഇതറിയാം. യേശയ്യ പ്രവചനത്തിൽ 52-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ ബുക്ക് ഐസയ ചാപ്റ്റർ 52 വേഴ്സ് 5 നമുക്ക് സ്ക്രീനിൽ വചനമുള്ളതുകൊണ്ട് ഒരുമിച്ച് വായിക്കാം. അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു, എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവജനത്തെ അടിമത്തത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഭരണാധികാരികൾ വിലപിക്കുന്നു, പുരോഹിതന്മാർ കരയുന്നു, പ്രവാചകന്മാർ പ്രത്യേക അവസ്ഥയിലായിരിക്കുന്നു. എന്നിട്ട് ദൈവമായ കർത്താവ് പറയാണ്, എൻ്റെ നാമം നിത്യവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുകയാണ്. ദൈവനാമത്തെ നിന്ദിക്കപ്പെടുകയാണ്. ദൈവനാമം നിന്ദിക്കപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം കർത്താവിൻ്റെ 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് കർത്താവിൻ്റെ തിരുനാമം വെറുതെ ഉപയോഗിക്കരുത്. ദൈവത്തിൻ്റെ നാമം നിന്ദനത്തിന് കാരണമാകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരുനാമം മറ്റുള്ളവർ നിന്ദിക്കാൻ കാരണമായി തീരുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിതിനകത്തൊരു പങ്കുണ്ട്. മറ്റുള്ളവർ കർത്താവിൻ്റെ നാമം നിന്ദിക്കുമ്പോൾ എൻ്റെ ഏതെങ്കിലും പ്രവർത്തികൾ വഴിയാണോ ദൈവ തിരുനാമം നിന്ദിക്കപ്പെടുന്നതെന്ന് നോക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ ഒരു മകൻ ഒരു തോന്നിവാസം കാണിച്ചു. എൻ്റെ സഹോദരനാണ്, കുടുംബാംഗങ്ങളെല്ലാം നിന്ദിക്കപ്പെടും, അപ്പൻ്റെ പേര് നിന്ദിക്കപ്പെടും. അപ്പോൾ ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ജീവിതത്തിൽ വീഴ്ചയുണ്ടായി. ദൈവത്തിൻ്റെ നാമമാണ് നിന്ദിക്കപ്പെടുന്നത്, സഭയാണ് നിന്ദിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം ലംഘിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വഴി ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുകയാണ്. റോമാലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 23-24 തിരുവചനങ്ങൾ. Let Romans chapter 2 verse 23 and 24.
നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതരടിയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്ത്യാനിയാണ്, ജപമാലയുണ്ട്, എല്ലാ തരത്തിലും ക്രിസ്ത്യാനികളുടേതായ ഒരു ബാഹ്യമായ ലുക്കിൽ പല സംഗതികളും ഉണ്ട്. പക്ഷേ ദൈവവചനം വെറുതെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓഫീസിൽ ചെല്ലുന്നു, കാര്യം നടക്കണം, വേഗം കൈക്കൂലി. ഉദാഹരണം പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ വചനം നമ്മൾ ലംഘിക്കുമ്പോൾ ഇവനൊക്കെ ജീവിതം എന്താ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നിന്ദിക്കുകയാണ്. ഇതാണോ ദൈവം? ഇതാണോ നിങ്ങളുടെ ഭക്തി? ആരാണ് ദൈവത്തിന്റെ നാമമാണ് നിന്ദിക്കപ്പെടുന്നത്? പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിൽ ദൈവത്തിന്റെ നാമം നിന്ദിക്കപ്പെടുന്നതിന്റെ ഒരു കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മളല്ലേ എന്ന് ചിന്തിക്കണം. ഞാൻ ഉൾപ്പെടെയാണ് നമ്മളെന്ന് പറയുന്നത്. മറ്റൊരു മേഖല, സത്യപ്രബോധനത്തിന് വിരുദ്ധമായ പ്രബോധനങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ദൈവത്തിന്റെ നാമം നിന്ദിക്കപ്പെടുകയാണ്. വചനമുണ്ട്. പത്രോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാം തിരുവചനം, 2 Peter chapter 2 verse 2, പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും, അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദിമ സഭയില് ഒരുപാട് വ്യാജ പ്രവാചകന്മാർ വരികയാണ്. സഭയ്ക്ക് വിരുദ്ധമായ പ്രബോധനങ്ങൾ വരികയാണ്. ചില ഗ്രൂപ്പുകൾ വരികയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇത് വളരെ ആകർഷകമായിട്ട് തോന്നി, ഇത് വളരെ രസകരമായിട്ട് തോന്നി, പെട്ടെന്ന് എന്തൊരു ഉണർവൊക്കെ വരുന്ന പോലെ തോന്നി. ഒരുപാട് പേര് ആ പ്രബോധനത്തിന്റെ പിന്നാലെ പോയി, പല സെക്റ്റുകളുടെ പിന്നാലെ പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നാ സംഭവിച്ചത്? അവിടെയും ദൈവത്തിന്റെ മാർഗമാണ് നിന്ദിക്കപ്പെടുന്നത്. പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റൊരു കാര്യം ഓർക്കണം. ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. അതിതാണ്, നമ്മുടെ മേൽ പലതരത്തിലുള്ള നിന്ദനങ്ങൾ ഈശോയുടെ നാമത്തെ പ്രതി, ഈശോയുടെ വചനത്തെ പ്രതി, ഈശോയ്ക്ക് വേണ്ടി നിന്നതിനെ പ്രതി, ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചത് വഴി പലരും നമ്മളെ നിന്ദിക്കാൻ ഇടയാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിന്റെ മേൽ പതിക്കുന്ന നിന്ദനത്തിന്റെ ഒരു ഓഹരി നമ്മുടെ മേൽ പതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 69-ാം സങ്കീർത്തനത്തിൽ 9-ാം തിരുവചനം, അങ്ങയുടെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു, അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എന്റെ മേൽ പതിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ ഈശോയെ കുറിച്ച് പറയുന്ന ഒരു തിരുവചന ഭാഗമാണ്. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തിയാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനോടുള്ള ഭക്തി, കർത്താവിൻ്റെ ആലയത്തോടുള്ള തീഷ്ണത, ആത്മീയ കാര്യങ്ങളിലുള്ള ശുഷ്കാന്തി, പ്രാർത്ഥനയിലുള്ള നിഷ്ഠ, ഉപവാസം, ദാനധർമ്മം, ദൈവവചന പ്രകാരമുള്ള ജീവിതം, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അനേകർ നമ്മളെ നിന്ദിക്കാൻ കാരണമായിട്ട് തീരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ദൈവത്തിൻ്റെ കൂടെ സഹിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൊടുക്കുന്ന നിന്ദനത്തിന്റെ ഓഹരി നമുക്ക് ലഭിക്കുകയാണ്. അത് വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുറകോട്ട് പോകരുത്, പുറകോട്ട് പോകരുത്, പുറകോട്ട് പോകരുത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മൾ വചനം പാലിക്കാൻ തുടങ്ങിയാൽ ഒറ്റ കാരണം കൊണ്ട് അനേകം പേര് നമ്മൾ നിന്ദിക്കും. ജെറമ്യാ പ്രവചനത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 8-ാം തിരുവചനം, ജെറമ്യാ പറയുകയാണ്, കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ജെറമ്യാ പ്രവചനം എന്താ? ജെറമ്യാ പറയാണ്, ഞാൻ വചനം കാത്തു. പൗലോസ്ലേ പറയാ, ഞാൻ വചനം കാത്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വചനം അനുസരിച്ച് ജീവിച്ചു. വചനം ലംഘിക്കുന്ന തരത്തിലുള്ള ഓരോ ഏർപ്പാടിന് നിന്നില്ല. പല കൂട്ടായ്മകൾക്കും പോകാൻ പറ്റിയില്ല. കാരണം വചനം ലംഘിക്കേണ്ടി വരും. ഞായറാഴ്ച കട അടച്ചിട്ടു. കാരണം എന്താ? കർത്താവിൻ്റെ ഒരു വചനം കീപ്പിയാണ്. ഞായറാഴ്ച സാബത്താണ്, കർത്താവിൻ്റെ ദിവസമാണ്. എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി, ഈ മണ്ടൻ, ബാക്കി എല്ലാവരും ബിസിനസ് കയറി പോകുന്നു, നമ്മുടെ കട അടഞ്ഞു കിടക്കുന്നു. ദൈവവചനം പാലിച്ചത് കൊണ്ട് അനേകം പേര്, കുടുംബത്തിലുള്ളവരും പുറത്തുള്ളവരും നിന്ദിക്കാൻ ഇടവരും. എൻ്റെ ദൈവ പൈതലേ, ഈശോയുടെ കൃപയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നീ തളരരുത്, നീ പുറകോട്ട് പോകരുത്.
Praise the Lord. Praise the Lord. ഒരു സ്ഥലത്ത് ദൈവവചനം ലംഘിച്ചത് കൊണ്ട് അല്ലേ നിന്ദനത്തിന്, ഇവിടെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയാമോ? ദൈവവചനം പാലിക്കുക വഴി ദൈവ തിരുനാമത്തിന് മഹത്വം വരികയാണ്. വാസ്തവത്തിൽ ആ സമയത്ത് ഒരു നിന്ദനം നമുക്ക് വരികയാണ്. തിരിച്ചൊരു വളർച്ചയുടെ രീതിയിലുള്ള ഒരു പ്രബോധനമാണ്. നല്ല ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു മേഖലയാണ്, നമ്മൾ പരിഹാരം ചെയ്താൽ ചിലപ്പോൾ നമ്മൾ നിന്ദിക്കപ്പെടും. അങ്ങനെ ബൈബിളിൽ വചനമുണ്ട്. 69 സങ്കീർത്തനത്തിൽ തന്നെ 10 തിരുവചനം, Psalm 69:10, ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി, അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി. സങ്കീർത്തനം പറയുകയാണ്. ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് സങ്കീർത്തനങ്ങൾ നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഉപവാസം എടുക്കുന്നു, നമ്മൾ വെള്ളിയാഴ്ച എടുക്കുന്നു, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നു, ചിലപ്പോൾ നോമ്പെടുക്കുന്നു, 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, 8 നോമ്പ്, 13 നോമ്പ്, നോമ്പുകളൊക്കെ എടുക്കുന്നു. അങ്ങനെ സഭയിൽ ബുധനാഴ്ച നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കുരിശിൻ്റെ വഴി ചൊല്ലുന്നു. അങ്ങനത്തെയുള്ള പരിഹാര പ്രാർത്ഥനകൾ മെറ്റലിൽ അല്ല മുട്ടുകുത്തിയിൽ പ്രാർത്ഥിക്കുന്നു, ചാക്കൊടുക്കുന്നു, പലതരത്തിൽ. കാണുന്നവർക്കല്ല ഒരു പുച്ഛം, നീ ഏത് നൂറ്റാണ്ട് ജീവിക്കുന്ന ആളാ, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള പരിഹാസത്തിനും നിന്ദനത്തിനും നീ വിഷയീഭവിക്കും. പക്ഷെ ഓർക്കണം, ഇത് ദൈവത്തിന്റെ തിരുനാമം ദുഷിക്കപ്പെട്ടതിന് എൻ്റെ ജീവിതം വഴി ഞാനൊരു പരിഹാരം കൂടി ചെയ്യാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു മേഖലയാണ്, ഈശോ എന്നുള്ള നാമം നമ്മൾ ധരിക്കുന്നത് കൊണ്ട്. ഹു ഈസ് എ ക്രിസ്ത്യൻ? കർത്താവിന്റെ നാമം, ക്രിസ്തുവിന്റെ നാമം വഹിക്കുന്നവനാണത്. ആ യേശുവിന്റെ നാമത്തിൽ നടക്കുന്നത് കൊണ്ട്, ഇപ്പൊ ഞാൻ ക്യാസൊക്കെ ഇട്ട് നടക്കുന്നത് കൊണ്ട്, ഞാൻ ഒരു കുരിശിട്ട് നടക്കുന്നത് കൊണ്ട്, ഞാൻ ഓർക്കാണ് ശരിക്കും കോളേജിലും ക്യാമ്പസുകളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ഇട്ട് നടക്കുന്നത് കാണുമ്പോൾ ഒരു പുച്ഛം. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 14-ാം തിരുവചനം, ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ പറയുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഈശോയുടെ നാമം നിമിത്തം നിന്ദിക്കപ്പെടാം, ഈശോയുടെ നാമത്തിന് നിന്നത് കൊണ്ട് നിന്ദിക്കപ്പെടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സംഘം ചേർന്ന് ആക്രമിക്കാം. ഞാൻ പറയാണ്, പുറകോട്ട് പോകരുത്. ഇനി എന്റെ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള നിന്ന, അപ്പൊ നോക്കിയേ, ദൈവത്തെ നിന്ദിക്കുന്നു, ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരെ നിന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നിന്ദിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ആ വചനം ഒന്നുകൂടെ വായിക്കാം. ഇത് വലിയൊരു ഭാഗ്യമാണെന്ന് പറയുകയാണ്. ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ്, റൂഹ, നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്ദിക്കുന്നത് ആരാ? നിന്ദിക്കുന്നത് പിശാചാണ്. നിന്ദിക്കുന്നത് പിശാചാണ്. എന്താ നിന്ദിക്കാൻ കാരണം? നിന്റെ ഉള്ളിൽ ദൈവാരൂപി വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ നിന്ന വരാൻ കാരണം. കാരണം ദൈവാത്മാവാണ് നിനക്ക് വചനം പാലിക്കാൻ കൃപ തരുന്നത്, ദൈവാത്മാവാണ് പരിഹാരം ചെയ്യാൻ പ്രചോദനം തരുന്നത്, ദൈവാത്മാവാണ് ഈശോയുടെ നാമത്തിന് വേണ്ടി നിൽക്കാൻ നിന്നെ ധൈര്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദുഷ്ടാരൂപി, പരിശുദ്ധാരൂപി ഉള്ളവർ എപ്പോഴും നിന്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജഡത്തിൽ നിന്ന് ജനിച്ചവൻ, പഴയ നിയമത്തിലെ തിരുവചന ഭാഗമാണ്, ആത്മാവിൽ നിന്ന് ജനിച്ചവനെ എന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, എന്ന് നിന്ദിച്ചുകൊണ്ടിരിക്കും, എന്ന് പുറകെ വന്ന് തോണ്ടിക്കൊണ്ടിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഭാഗ്യവാന്മാരെന്ന് പറയാൻ കാരണം? ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 26-ാം തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 11:26, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി, തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശയെ കുറിച്ച് പറയുന്ന തിരുവചന ഭാഗമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈജിപ്തിലെ നിധികളെക്കാൾ വലിയ സമ്പത്താണ് ഈ യേശുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ്ലീഹ, പത്രോസ്ലീഹ, എല്ലാവരും. കാരണം എന്താ? വലിയ പ്രതിഫലം. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കണം, നമുക്ക് ഒരാളെ നമ്മളെ നിന്ദിക്കുമ്പോൾ നമുക്ക് ഉടനെ വരുന്നൊരു ടെൻഡൻസിയാണ് രണ്ടെണ്ണം തിരിച്ചങ്ങോട്ട് പറയണം. എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കുക. 1 പത്രോസ് 2:23, നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല,
പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് നിന്ദിക്കപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പകരം നിന്ദിക്കരുത്, മറിച്ച് കർത്താവിനെല്ലാം ഭരമേൽപ്പിക്കണം. കർത്താവിനെല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈശോയെ പ്രതി ഇതെല്ലാം സഹിക്കണം. 69 സങ്കീർത്തനത്തിൽ 7 തിരുവചനം, അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും. 69 സങ്കീർത്തനം മനോഹരമായ സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ പ്രതി ഇതെല്ലാം സഹിക്കുകയാണ്. അങ്ങനെ സഹിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ആരാണ് നിന്ദിക്കുന്നത് അവർക്ക് ചില സംഗതികൾ ഫ്രീ ആയിട്ട് കൊടുക്കണം. കൊരിന്ത്യർ 1 ലേഖനത്തിൽ 4 അധ്യായം 12 തിരുവചനം, നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെങ്കിലും നമ്മളെ നിരന്തരം നിന്ദിക്കുന്നുണ്ടെങ്കിൽ അത് അകത്തോ പുറത്തോ ആകട്ടെ, മനസ്സിലാക്കുക, നീ മനസ്സുകൊണ്ട് ധാരാളം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. എന്നേക്കാൾ കൂടുതൽ നീ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് കയറി പോണം. 1 പത്രോസ് 3:9, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ഇതാണ് മോശം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ പ്രതിഫലത്തിലാണ് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറകോട്ട് പോകരുത്, മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഓരോ വചനത്തെക്കുറിച്ചും ധ്യാനിക്കുകയാണ്. ഓരോ വചനങ്ങളും നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് തരുന്നത്. ദൈവവചന പ്രകാരം ഒരുപക്ഷെ ലോകത്തിന് മുൻപിൽ ലോകം നമ്മളെ ചപ്പം ചവറും പോലെ കാണാം, ഭോഷന്മാരായി കാണാം, നിന്ദിക്കാം, ചവിട്ടി മതിക്കാം. ഒരുപക്ഷെ നമ്മളെ കാണുമ്പോൾ തലതിരിച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്തതുപോലെ കടന്നു പോകാം. ദൈവ പൈതലേ, ഈശോ പറയാണ്, നീ തളരരുത്, നീ തളരരുത്. ഇതിനെല്ലാം കാര്യമുണ്ട്, ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ നിന്നെ മാന്യനായി കരുതുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നെ മാന്യനായി കരുതുന്ന ദൈവമുണ്ട്. ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവഭക്തൻ തൻ്റെ ക്ലേശവും ദുരിതവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും. ദൈവഭക്തൻ തൻ്റെ ക്ലേശവും സഹനവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും. ലോകത്തിൽ ഭോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ മാന്യനായി തീർന്നിടുമേ. ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ലോകത്തിൽ ഭോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ മാന്യനായി തീർന്നിടും. കരങ്ങൾ ഉയർത്തി ഈശോയെ നോക്കി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, അനേകരുടെ ഹൃദയത്തിൽ ആന്തരിക മുറിവുകൾ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവേ, മനസ്സിന്റെ വേദനകൾ കർത്താവ് ഏറ്റെടുക്കുന്നു. യേശുവേ, സങ്കീർത്തനം 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ നീ സ്വാതന്ത്ര്യം പ്രാപിക്കുക.